ഇറാന്റെ ഏറ്റവും വലിയ ആയുധം എണ്ണയല്ല, ഭൂമിശാസ്ത്രമാണ്. ഒരു ഭൂപടം കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ഇറാൻ. ഒരു രാജ്യം. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമില്ല, ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുമില്ല. പക്ഷേ ലോകത്തിലെ എണ്ണ വില പോലും കുലുക്കാൻ കഴിയുന്നു. എങ്ങനെയാണ്? ഇറാന്റെ ഏറ്റവും വലിയ ശക്തി മിസൈലുകളാണോ? ആണോ? ഡ്രോണുകളാണോ? അല്ല, അതിനേക്കാൾ ശക്തമായ ഒരു ആയുധമുണ്ട്. അത് ഒരു ഭൂപടം. അതെ, ഒരു രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രം തന്നെ ലോകരാഷ്ട്രീയത്തെ സ്വാധീനിക്കുമോ? ഇന്ന് നമുക്ക് നോക്കാം ഇറാൻ എങ്ങനെയാണ് ലോകത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഒന്നായി മാറിയത്. ഹോർമുസ് കടലിടുക്ക്. ആദ്യം ഒരു ചോദ്യം. ലോകത്തിലെ എണ്ണയുടെ വലിയൊരു പങ്ക് ദിവസേന ഏത് കടൽ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്? ഉത്തരം ഹോർമുസ് കടലിടുക്ക്. ഈ കടലിടുക്ക് ഏകദേശം 33 കിലോമീറ്റർ വീതിയുള്ളതാണെങ്കിലും കപ്പലുകൾ സഞ്ചരിക്കുന്ന പ്രധാന ചാനലുകൾ അതിലും വളരെ ഇടുങ്ങിയതാണ്. ലോകത്ത് കടൽമാർഗം കൊണ്ടുപോകുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 1/5 ഈ വഴിയിലൂടെ കടന്നു പോകുന്നു. അതിനാൽ ഇവിടെ വലിയ തടസ്സമുണ്ടായാൽ ആഗോള ഊർജ്ജ വിപണിയിൽ ഉടൻ പ്രതിഫലനമുണ്ടാകാം. ഇതാണ് ഇറാന്റെ ആദ്യ ശക്തി. ഹോർമുസിന്റെ വടക്കൻ തീരം ഇറാനാണ്. അതായത് ഇവിടെ സംഘർഷം ഉണ്ടാകുമ്പോഴെല്ലാം ലോകം ആശങ്കയോടെ ഈ പ്രദേശത്തേക്ക് നോക്കുന്നു. ഹോർമുസ് മാത്രമല്ല, അതിന് പിന്നിൽ കിടക്കുന്നത് പേർഷ്യൻ ഗൾഫ്. ലോകത്തിലെ പ്രധാന എണ്ണവാതക ഉൽപാദക രാജ്യങ്ങളായ സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, UAE, ബഹ്റൈൻ, ഇറാഖ് എല്ലാവർക്കും കടലിലേക്കുള്ള പ്രധാന കവാടം ഈ പ്രദേശമാണ്. ഇവിടെ ഉണ്ടാകുന്ന ഏത് സംഘർഷവും എണ്ണവില, ഇൻഷുറൻസ് ചെലവ്, ചരക്ക് കപ്പൽ ഗതാഗതം, ആഗോള വിപണി എന്നിവയെ ബാധിക്കാം. അതുകൊണ്ടാണ് പേർഷ്യൻ ഗൾഫ് ഒരു പ്രാദേശിക കടൽ മേഖല മാത്രമല്ല, ലോക സമ്പദ്വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കപ്പെടുന്ന പ്രദേശവുമാകുന്നത്. ഏഷ്യയുടെ ഹൃദയത്തിൽ ഇറാൻ. ഇനി ഭൂപടം കുറച്ച് പിന്നോട്ട് നോക്കാം. ഇറാന്റെ വടക്ക് കോക്കസസ്, അതിനപ്പുറം യൂറോപ്പ്, വടക്ക് കിഴക്ക് മധ്യേഷ്യ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള പ്രവേശന മേഖല, പടിഞ്ഞാറ് മിഡിൽ ഈസ്റ്റ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇറാൻ ഒരു സാധാരണ രാജ്യമല്ല. ഏഷ്യയുടെ മധ്യഭാഗത്തെ ഒരു ബന്ധകേന്ദ്രം പോലെയാണ്. ചരിത്രത്തിൽ തന്നെ സിൽക്ക് റോഡ് ഉൾപ്പെടെയുള്ള നിരവധി വ്യാപാര പാതകൾ ഇറാനിലൂടെ കടന്നുപോയിരുന്നു. ഇന്നും വിവിധ രാജ്യങ്ങൾ പുതിയ കരമാർഗങ്ങളും റെയിൽപാതകളും വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മേഖലയ്ക്ക് തന്ത്രപ്രധാനമായ സ്ഥാനം തുടരുന്നു. എന്തുകൊണ്ട് എല്ലാവർക്കും ഇറാൻ പ്രധാനമാണ്? ഇപ്പോൾ ഒരു കൗതുകകരമായ ചോദ്യം. അമേരിക്കയ്ക്കും ഇറാൻ പ്രധാനമാണ്, റഷ്യയ്ക്കും പ്രധാനമാണ്, ചൈനയ്ക്കും പ്രധാനമാണ്, ഇന്ത്യയ്ക്കും പ്രധാനമാണ്. എന്തുകൊണ്ട്? കാരണം ഭൂമിശാസ്ത്രം മാറ്റാൻ കഴിയില്ല. രാഷ്ട്രീയ ബന്ധങ്ങൾ മാറാം, ഭരണകൂടങ്ങൾ മാറാം, സഖ്യങ്ങൾ മാറാം. പക്ഷേ ഇറാൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാറില്ല. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ INSTC പോലുള്ള പദ്ധതികളിലും ഈ മേഖലയ്ക്ക് ശ്രദ്ധേയമായ സ്ഥാനമുണ്ട്. അതിനാൽ ഇറാനെക്കുറിച്ചുള്ള വാർത്തകൾ പലപ്പോഴും അതിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെക്കാൾ ഭൂപ്രദേശത്തിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തി എണ്ണ മാത്രമാണെന്ന് പറയാൻ കഴിയില്ല, മിസൈലുകൾ മാത്രമാണെന്നും പറയാൻ കഴിയില്ല. ലോകത്തിൻ്റെ പ്രധാന ഊർജ്ജ വ്യാപാര പാതകളുടെ സമീപത്തുള്ള അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് അതിൻ്റെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ആസ്തികളിലൊന്ന്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ വലിയ ശക്തികൾ ഈ പ്രദേശത്തെ തുടർച്ചയായി നിരീക്ഷിക്കുന്നു. കാരണം ഒരു ഭൂപടം ചിലപ്പോൾ ഒരു സൈന്യത്തേക്കാൾ ശക്തമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് നിങ്ങൾ കരുതുന്നു? ഭൂമിശാസ്ത്രമോ, ഊർജ്ജ സമ്പത്തുകളോ, സൈനിക ശേഷിയോ, അതോ നയതന്ത്രപരമായ സ്ഥാനമോ? കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതൂ. ഇത്തരത്തിലുള്ള ലോകരാഷ്ട്രീയവും ചരിത്രവും ഭൂപ്രദേശവും ലളിതമായി മലയാളത്തിലറിയാൻ ദ പൾസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.